നമസ്കാരം, വാർത്താസന്ധ്യയിലേക്ക് സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല വിഷയത്തിൽ LDF സർക്കാരിനൊപ്പമെന്ന നിലപാട് ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. പ്രതിഷേധങ്ങൾ വന്നോട്ടെ, നേരിട്ടോളാമെന്ന് ജി സുകുമാരൻ നായർ പറഞ്ഞു. രാഷ്ട്രീയ നിലപാടില്ലെങ്കിലും ഇപ്പോഴത്തേത് സമദൂരത്തിലെ ശരിദൂരമെന്നും NSS പ്രതിനിധി സഭയിൽ വ്യക്തമാക്കി. അതിനിടെ ഇന്ന് കോട്ടയം, കൊല്ലം, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ജി സുകുമാരൻ നായർക്കെതിരെ പ്രതിഷേധ ബാനർ ഉയർന്നു. NSS SNDP നിലപാടുകളിൽ കോൺഗ്രസിന് ആശങ്കയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. പിണറായി വിജയന് പാദസേവ ചെയ്യുന്ന ജി സുകുമാരൻ നായർ രാജിവെക്കണമെന്നാണ് കോട്ടയം പൂഞ്ഞാർ ചെന്നാട് ദേവിവിലാസം കരയോഗാംഗങ്ങളുടെ പേരിലുള്ള ബാനറിൽ പറയുന്നത്. എന്നാൽ എന്റെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നാണ് ജി സുകുമാരൻ നായരുടെ പ്രതികരണം. പ്രതിഷേധങ്ങളെ ഞങ്ങൾ നേരിട്ടോളാമെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. ഞാൻ മറ്റാരും വ്യക്തമാക്കാത്ത പോലെ വളരെ വ്യക്തമായിട്ട് എന്റെ സ്റ്റാൻഡ്, പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അടുത്ത് എന്തിനാ വെറുതെ പ്രതിഷേധങ്ങൾ വന്നോട്ടെ, ഏത് പ്രതിഷേധത്തെ ഞങ്ങൾ നേരിട്ടോളാം. പുതിയ നിലപാടിന്റെ പേരിൽ തെരഞ്ഞെടുപ്പ് മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും ജി സുകുമാരൻ നായർ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളില്ല. ഈ സമദൂരത്തിൽ നമുക്കൊരു ശരിദൂരമുണ്ടോ? ശരിദൂരമുണ്ട്. അതാണ് ഇപ്പൊ കാണിച്ചതാ. ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. എന്നാൽ NSSന്റെയും SNDPയുടെയും നിലപാടിൽ ആശങ്കയില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം. ഞങ്ങളുടേത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ഞങ്ങൾ അവരെടുത്ത നിലപാടിനെ പറ്റി പരാതി പറഞ്ഞിട്ടില്ല, ആരോപണം ഉന്നയിച്ചിട്ടില്ല, ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. NSS ജനറൽ സെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷം കോന്നി കലഞ്ഞൂരിലും കൊല്ലത്ത് ശാസ്താംകോട്ടയിലും കരയോഗങ്ങൾക്ക് മുന്നിൽ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. 24 കോട്ടയം. NSS SNDP സംഘടനകളെ അനുനയിപ്പിക്കാൻ BJP ഇതിനായി ദേശീയ നിർവാഹക സമിതി അംഗം വി മുരളീധരനെ ചുമതലപ്പെടുത്തി. വി മുരളീധരൻ കഴിഞ്ഞ ദിവസം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത് അനുനയ നീക്കത്തിന്റെ ഭാഗം. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും വി മുരളീധരൻ കാണും. 24 എക്സ്ക്ലൂസീവ്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ BJPയുമായി അകന്നു നിൽക്കുന്ന NSS SNDP സംഘടനകളെ അനുനയിപ്പിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് BJP. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് വി മുരളീധരനെ ചുമതല ഏൽപ്പിച്ചത്. അനുനയ നീക്കത്തിന്റെ ഭാഗമായാണ് വി മുരളീധരൻ കഴിഞ്ഞ ദിവസം കണിച്ചിക്കുളങ്ങരയിലെത്തി വെള്ളാപ്പള്ളി നടേശനെ കണ്ടത്. NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെയും വി മുരളീധരൻ കാണും. എന്നാൽ വെള്ളാപ്പള്ളി നടേശനെ കണ്ടതുപോലെ എളുപ്പമാവില്ല പെരുന്നയിലെത്തി ജി സുകുമാരൻ നായരെ കാണുക എന്നത്. ഇങ്ങോട്ട് ആരെങ്കിലും വന്നോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നല്ലേ എന്റെ അർത്ഥം. ഒരു ചർച്ചയ്ക്ക് ഇനി സമയമുണ്ടോ? ഈ നിലപാടിന് യാതൊരു മാറ്റമില്ല. രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി പുതിയ സംസ്ഥാന നേതൃത്വം വന്നതിനുശേഷം പാർട്ടിയുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പാളിയെന്ന് കേന്ദ്ര നേതൃത്വം വിലയിരുത്തുന്നു. നായർ ഈഴവ വിഭാഗങ്ങൾ CPMുമായി അടുക്കുന്നതിൽ ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. എന്നാൽ NSS SNDP നേതാക്കളുമായി പാർട്ടിക്ക് അടുത്ത ബന്ധം തന്നെയെന്ന് BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി 24നോട് പറഞ്ഞു. BJPയുമായിട്ട് എല്ലാവർക്കും നല്ല ബന്ധമാണുള്ളത്. BJPയുമായിട്ട് ഇവരെല്ലാം കൃത്യമായിട്ടുള്ള എല്ലാ സമയത്തും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് അവരുടെ നിലപാടുകൾ എന്താണെന്നുള്ളത് BJPക്ക് വ്യക്തമായിട്ട് അറിയാം. BJPയുടെ നിലപാട് എന്താണെന്നുള്ളത് അവർ പരസ്യമായിട്ട് പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. BJPയുടെ അവർക്കുള്ള നിലപാട് എന്താണെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അതിനകത്ത് യാതൊരു ഞങ്ങൾക്കാർക്കും ഒരു സംശയമൊന്നുമില്ല. ശബരിമലയിൽ BJPക്കുള്ളത് ആത്മാർത്ഥതയില്ലാത്ത നിലപാടെന്നാണ് NSSന്റെ അഭിപ്രായം. സമാന അഭിപ്രായം SNDPക്കുമുണ്ട്. ചതയ ദിനത്തിലെ ഗുരുദേവ നിന്നയും പാർട്ടി പുനഃസംഘടനയിലെ ഈഴവ വിഭാഗത്തോടുള്ള അവഗണനയും SNDPയെ ചൊടിപ്പിക്കുന്നു. ക്രിസ്ത്യൻ സഭകളെ പ്രീണിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നതാണ് സംസ്ഥാന BJPയുടെ അവസ്ഥ. അലക്സ് റാം മുഹമ്മദ്, 24 കൊല്ലം. CPIM വർഗീയതയെ ഊട്ടിയുറപ്പിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ന്യൂനപക്ഷ വർഗീയതയായിരുന്നു, ഇപ്പോൾ ഭൂരിപക്ഷ വർഗീയത പറയുകയാണ്. UDF 4 വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രോത്സാഹിപ്പിക്കില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോട്ടയം തിരുനക്കരയിൽ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള UDFന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു വി ഡി സതീശൻ. ഇവിടെ വർഗീയതയെ ഊട്ടി വളർത്തുകയാണ്. വെറുതെയല്ല യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചത്, സ്റ്റാലിന്റെ പ്രസംഗവും അല്ലെങ്കിൽ വേറെ ആരുടെയല്ല, യോഗി ആദിത്യനാഥിന്റെ പ്രസംഗം വായിച്ചതിന്റെ പുറകിലെല്ലാം ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിക്കാനുള്ള ശ്രമമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ ന്യൂനപക്ഷ വർഗീയതയായി, അത് മനസ്സിലായി കാര്യം എന്താണ്. ഇപ്പൊ ഭൂരിപക്ഷ വർഗീയതയാണ്. മാറി മാറി ഇത് പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വർഗീയത കേരളത്തിൽ BJPയെ പോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ വിദ്വേഷമുണ്ടാക്കി
വെറുപ്പുണ്ടാക്കി അതിൽ കുറെ ആളുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി തമ്മിൽ ആളുകളെ പറഞ്ഞ് മോശമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെ നമ്മൾ തുറന്നു കാണും. എയിംസ് വിഷയത്തിൽ ബിജെപിയിൽ പ്രതിസന്ധി തുടരുന്നു. എയിംസ് കാസർഗോഡ് തന്നെ വേണമെന്ന നിലപാട് സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുമെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി 24നോട് പറഞ്ഞു. എയിംസ് തിരുവനന്തപുരത്ത് തന്നെയെന്ന നിലപാടിൽ ഉറച്ച അധ്യക്ഷൻ കരമന ജയൻ തർക്കങ്ങൾ കാരണം കേരളത്തിന് എയിംസ് നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതിനിടെ ബിജെപിയുടെ ഗൃഹസമ്പർക്ക പരിപാടിയെ ചൊല്ലി ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു. എയിംസിൽ ഭിന്നത രൂക്ഷമായതോടെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെടുകയാണ് BJP. എയിംസ് എവിടെ വരണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി. കേരളത്തിൽ എയിംസ് വരട്ടെ, അത് എവിടെ വരണമെന്നുള്ളത് അത് ഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, കേന്ദ്രമന്ത്രിയുണ്ട്, അങ്ങനെ എല്ലാവരോടും ചേർന്ന് തീരുമാനിക്കും. ഭാരതീയ ജനതാ പാർട്ടിയിൽ യാതൊരുവിധ ഭിന്നതയും ആ കാര്യത്തിലില്ല. അത് കൃത്യമായ സമയത്ത് വരേണ്ട സ്ഥലത്ത് വന്നിരിക്കും. എയിംസ് കൊണ്ടുവന്നാൽ സ്വർണ്ണമോതിരം തരാമെന്ന രാജ്മോഹൻ ഉണ്ണിത്താന്റെ വെല്ലുവിളിക്കെതിരെ രൂക്ഷമായ ഭാഷയിലായിരുന്നു BJP കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനിയുടെ പ്രതികരണം. ഒരു MP ആയതുകൊണ്ട് അയാൾ MP ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് അയാൾക്ക് ഒരു നാണമാണ്. ബിക്കോസ് 6 years കംപ്ലീറ്റ് ആയി MPക്ക്. പക്ഷേ ഈ 6 years ആയിട്ട് അയാൾക്ക് എയിംസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് ഒരു മുളം കയർ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ പോയിട്ട് തൂങ്ങി ചാവട്ടെ അയാൾ. എയിംസ് തിരുവനന്തപുരം ഞെട്ടുകാൽ തേരിയിൽ തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അധ്യക്ഷൻ കരമന ജയൻ. അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട എയിംസ് തർക്കങ്ങൾ കാരണം നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കേരളത്തിന് എയിംസ് ആവശ്യമുണ്ട്, അത് നമുക്ക് ലഭിക്കണം. ഇപ്പോൾ ഈ കേൾക്കുന്ന പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാരണം, അങ്ങനെയുള്ള ആഭ്യന്തര കലഹങ്ങളൊക്കെ കാരണം എയിംസ് എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഒരു കാരണവശാൽ അത് മാറ്റിവെക്കപ്പെടാൻ പാടില്ല. അതിനിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന ഗൃഹസമ്പർക്ക പരിപാടിയെ ചൊല്ലി സംസ്ഥാന നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നു. ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗത്തിലാണ് വിമർശനം. ജനസമ്പർക്കത്തിന് വിതരണം ചെയ്യാനുള്ള ലഘുലേഖയോ ഫണ്ട് പിരിവിനുള്ള കൂപ്പണുകളോ ഇതുവരെ വാർഡുകളിൽ എത്തിയിട്ടില്ല. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു അനുഭവമെന്നും എറണാകുളം മേഖലാ സെക്രട്ടറി L പത്മകുമാർ കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. എയിംസിനെ ചൊല്ലി കേരള BJPയിൽ തർക്കം മുറുകുന്നതിനിടെ നിലപാട് വ്യക്തമാക്കി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ. കേരളത്തിന് എയിംസ് ലഭിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദ പറഞ്ഞു. കിട്ടേണ്ട സമയത്ത് കൃത്യമായ സ്ഥലത്ത് എയിംസ് വരുമെന്നും JP നദ്ദ വ്യക്തമാക്കി. Although I know that there is a question by media about the All Indians of Medical Sciences. Certainly you will be getting All Indians of Medical Sciences, but you will be getting at the right time, at the right place. That you have to understand. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. കണ്ണൂരിൽ PSC പരീക്ഷയിൽ മൈക്രോ ക്യാമറ, ഇയർഫോൺ എന്നിവ ഉപയോഗിച്ച് ഹൈടെക് കോപ്പിയടി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കിടെയാണ് കോപ്പിയടിച്ചത്. കോപ്പിയടിച്ച് പെരളശ്ശേരി സ്വദേശി മുഹമ്മദ് സഹദിനെ PSC വിജിലൻസ് വിഭാഗം പിടികൂടി. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്നതുപോലെ കോപ്പിയടിയും ഹൈടെക്കായി മാറിയിരിക്കുന്നു. ഇത് എങ്ങനെയാണ് പിടികൂടിയത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ പരീക്ഷ നടന്നത്. സെക്രട്ടേറിയറ്റ് ഓഫീസ് അസിസ്റ്റന്റ് പരീക്ഷയാണ് ഇന്ന് PSC നടത്തിയത്. ഈ പരീക്ഷയ്ക്കിടെയാണ് ഹൈടെക് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പെർളശ്ശേരി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് സഹദ് ഈ കോപ്പിയടി നടത്തിയിട്ടുള്ളത്. അതിൽ നേരത്തെ തന്നെ ഈ മുഹമ്മദ് സഹദ് മറ്റ് 5 പരീക്ഷകൾ PSCയുടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ചില സംശയങ്ങളും വിവരങ്ങളും PSC വിഭാഗത്തിനുണ്ടായിരുന്നു, PSC വിജിലൻസ് വിഭാഗത്തിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് പരീക്ഷയ്ക്കിടെ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ കണ്ടെത്തിയത് ഇയാൾ 2 പ്രധാനപ്പെട്ട ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. മൈക്രോ ക്യാമറയും അതോടൊപ്പം ഇയർഫോണുമാണ്. മൈക്രോ ക്യാമറ ഷർട്ടിന്റെ കോളറിലാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് ആർക്കും കാണാൻ സാധിക്കുന്നതല്ല. അത് ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഈ ചോദ്യപേപ്പറിന്റെ ദൃശ്യങ്ങൾ പകർത്തി അത് പുറത്തേക്ക് നൽകുന്നു. അതിനുശേഷം അതിന്റെ ഉത്തരങ്ങൾ ബ്ലൂടൂത്ത് ിലൂടെ പ്രവർത്തിക്കുന്ന ഇയർഫോൺ ചെവിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉത്തരങ്ങൾ ലഭിക്കുന്നു. ഈ രീതിയിലാണ് ഹൈടെക് മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ കോപ്പിയടി ആവിഷ്കരിച്ചത്. ഇത് കൃത്യമായി PSC വിജിലൻസ് വിഭാഗത്തിന് മനസ്സിലാവുകയും അങ്ങനെ പരിശോധനയിൽ ഇയാളെ പിടികൂടുകയും ചെയ്തു. അതിനുശേഷം ഇയാൾ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തി. പിന്നീട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇയാളെ പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ PSC ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യമാണ് ഇയാൾ ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വകുപ്പുകൾ ചുമത്തി ഇയാൾക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ പോലീസ് അറിയിക്കുന്നത്. ശരി, എന്തായാലും PSC പരീക്ഷയ്ക്കിടയിലെ ഹൈടെക് കോപ്പിയടി പിടികൂടിയിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ നിന്ന്.
ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ പ്രതി സെബാസ്റ്റ്യന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ബിന്ദുവിനെ 2006 തന്നെ കൊലപ്പെടുത്തിയെന്നാണ് കുറ്റസമ്മതം. വിവിധ സ്ഥലങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതായാണ് സെബാസ്റ്റ്യൻ നൽകിയിരിക്കുന്ന മൊഴി. കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യനുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുകയാണ്. 2006 മെയ് മാസത്തിൽ ബിന്ദു പത്മനാഭനെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തി. കുഴിച്ചിട്ട മൃതദേഹം മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്തു. എല്ലുകൾ വീണ്ടും കത്തിച്ചു. വിവിധ സ്ഥലങ്ങളിൽ ഉപേക്ഷിച്ചു. സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത് ഇത്രയും കാര്യങ്ങളാണ്. ബിന്ദു പത്മനാഭന്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെ കൺഫഷന്റെ അടിസ്ഥാനത്തിലുള്ള തെളിവെടുപ്പുള്ള നടപടിയാണ് ഇവിടെ ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ഇവിടെ വെച്ച് മർഡർ ചെയ്തു. ഇവിടെ തന്നെ കുഴിച്ചിട്ട് അത് ഡികമ്പോസിഷൻ ആയതിനു ശേഷം എടുത്ത് കത്തിച്ച് ചാരമാക്കി നശിപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അയാളുടെ കൺഫഷൻ. അന്വേഷണം പൂർത്തിയായിട്ടില്ല. അയാളെ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ബിന്ദുവും സെബാസ്റ്റ്യനും ചേർന്ന് നടത്തിയ സ്ഥലക്കച്ചവടത്തിൽ ബിന്ദുവിന് ലഭിച്ച ലക്ഷക്കണക്കിന് രൂപ കൂടി കൈക്കലാക്കാനായിരുന്നു കൊലപാതകം. കൊലപ്പെടുത്തിയ സ്ഥലം തെളിവെടുപ്പിനിടെ സെബാസ്റ്റ്യൻ കാണിച്ചു കൊടുത്തു. ആലപ്പുഴ തണ്ണീർമുക്കം, എറണാകുളം ഇടപ്പള്ളി, കർണാടകയിലെ കുടക്, വേളാങ്കണ്ണി എന്നിവിടങ്ങളിൽ അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതായാണ് മൊഴി. വരും ദിവസങ്ങളിൽ ഇവിടെയും തെളിവെടുപ്പ് നടത്തും. വർഷങ്ങൾ പഴകിയ കേസിൽ തെളിവുകൾ ശേഖരിക്കുക അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയാണ്. 24 ആലപ്പുഴ. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മയും പ്രതി. ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിനെ പാലക്കാട് നിന്ന് അറസ്റ്റ് ചെയ്തു. ശ്രീധുവിന്റെ അറിവോടെ നടന്ന കൊലപാതകമെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം കൊല്ലപ്പെട്ട ദേവേന്ദു ശ്രീധുവിന്റെ ഭർത്താവിന്റെ കുട്ടിയല്ല എന്ന് വ്യക്തമാക്കുന്ന നിർണായക DNA പരിശോധനാ ഫലവും പോലീസിന് ലഭിച്ചു. അടിമുടി ദുരൂഹതകൾ നിറഞ്ഞ ദേവേന്ദു കൊലപാതക കേസിലാണ് നിർണായക വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുന്നത്. കേസിൽ അമ്മാവനായ ഹരികുമാറിനെ മാത്രമായിരുന്നു ഇതുവരെ പ്രതിയാക്കിയിരുന്നത്. അമ്മ ശ്രീധുവിന്റെ ചില ദുരൂഹ ഇടപെടലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പാലക്കാട് നിന്നും ശ്രീധുവിനെ അറസ്റ്റ് ചെയ്തത്. കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ശ്രീധുവിന്റെ അറിവോടെയെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇരുവരുടെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചതിൽ നിന്നും ഇത് വ്യക്തമാക്കുന്ന തെളിവ് ലഭിച്ചു. DNA പരിശോധനാ ഫലവും ഞെട്ടിക്കുന്നതാണ്. ദേവേന്ദുവിന്റെ DNAക്ക് ശ്രീധുവിന്റെ ഭർത്താവിന്റേതുമായി ബന്ധമില്ല. സഹോദരന്റെ DNA പരിശോധനാ ഫലവും നെഗറ്റീവാണ്. 4ലധികം പേരുടെ DNA സാമ്പിളുകൾ പരിശോധിച്ചിരുന്നു. കുഞ്ഞിനെ ഒഴിവാക്കാൻ ഇത് കാരണമാണോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ശ്രീധുവിന് സഹോദരനുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും പോലീസിന് ലഭിച്ചു. സഹോദരൻ ഹരികുമാറുമായി ശ്രീധു നടത്തുന്ന വാട്സപ്പ് ചാറ്റുകളാണ് ലഭിച്ചത്. 2025 ജനുവരി 30-നാണ് മാതൃ സഹോദരനായ ഹരികുമാർ ദേവേന്ദു എന്ന 2.5 വയസ്സുകാരിയെ വീട്ടിലെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. BJP വാർഡ് കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണ സംഘം കുടുംബത്തിന്റെ മൊഴിയെടുത്തു. ആത്മഹത്യക്ക് കാരണം സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങളാണെന്ന് അനിലിന്റെ ഭാര്യ മൊഴി നൽകി. കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ BJP നേതാക്കൾക്കെതിരെ പരാമർശമില്ല. കന്റോൺമെന്റ് SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ആദ്യഘട്ട മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയത്. സഹകരണ സംഘത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിൽ അനിൽ ദുഃഖത്തിലായിരുന്നുവെന്ന് ഭാര്യ അന്വേഷണ സംഘത്തിന് മുന്നിൽ മൊഴി നൽകി. മരണദിവസം രാവിലെ 6:15 വീട്ടിൽ നിന്നിറങ്ങിയെന്നും ഭാര്യ പറഞ്ഞു. BJP നേതാക്കളെക്കുറിച്ച് മൊഴിയിൽ പരാമർശമില്ല. അനിൽ പ്രസിഡന്റായിരുന്ന സഹകരണ സംഘത്തിലെ ഓഡിറ്റ് റിപ്പോർട്ടും ഭരണസമിതിയിലെയും നിക്ഷേപകരുടെയും വിവരങ്ങളെടുത്തും അന്വേഷണം നടക്കുന്നുണ്ട്. അനിൽ നിരപരാധിയെന്നും കൃത്യമായ അന്വേഷണം നടക്കണമെന്നും അനിലിന്റെ വീട് സന്ദർശിച്ച കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. ശക്തമായിട്ടുള്ള അന്വേഷണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, അനിൽ ഒരു നിരപരാധിയായിരുന്നു, സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടി പോലും അദ്ദേഹത്തിനെ കൈവിട്ടപ്പോഴാണ് അദ്ദേഹം ആത്മഹത്യക്ക് തയ്യാറായത്. അന്വേഷണത്തിൽ കൂടുതലൊന്നും പറയാറായിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ വീണ്ടും കുടുംബത്തിന്റെ മൊഴിയെടുക്കുമെന്നും കന്റോൺമെന്റ് SP അറിയിച്ചു. 24 തിരുവനന്തപുരം. ഭൂട്ടാൻ കാർ കടത്തലുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ നംഖോറിൽ ദുൽഖർ സൽമാന്റെ വാഹനം കണ്ടെത്തി കസ്റ്റംസ്. കൊച്ചിയിലെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് കർണാടക രജിസ്ട്രേഷനിലുള്ള നിസാൻ പട്രോൾ കാർ കണ്ടെത്തിയത്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. റാഫി, ഗുഡ് ഈവനിംഗ്. കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ കോടതിയെ സമീപിച്ചിരുന്നു. എല്ലാ തരം നിയമ നടപടികൾക്കുള്ളിലും നിന്നാണ് താൻ വാഹനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. എല്ലാ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളുണ്ട്. ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണല്ലോ വാഹനം കണ്ടെത്തിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും വെണ്ണലയിലുള്ള ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വാഹനം ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ദുൽഖർ സൽമാന്റെ എളംകുളത്തെ വീട്ടിലും ഒപ്പം തന്നെ പനമ്പള്ളി നഗറിലെ ഗ്യാരേജിലും കസ്റ്റംസ് പരിശോധന നടത്തിയപ്പോൾ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ഇത് തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. എന്നാൽ പെട്രോൾ വാഹനം അന്ന് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ദുൽഖർ സൽമാന്റെ ബന്ധുവിന്റെ ഫ്ളാറ്റിന്റെ കാർ പാർക്കിങ്ങിൽ നിന്ന് കസ്റ്റംസിന് കർണാടക
രജിസ്ട്രേഷനിലുള്ള നിസാൻ പെട്രോൾ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത് KA01 MV9663. ഇതാണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ. നിലവിൽ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലാണ് ഈ വാഹനമുള്ളത്. ഹിമാചൽ പ്രദേശ് സ്വദേശിയിൽ നിന്നാണ് ദുൽഖർ സൽമാൻ ഈ വാഹനം വാങ്ങിയതെന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന വിവരം. ഇത് കസ്റ്റംസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങളുടെ നിരയിൽപ്പെട്ടതാണ്. 150ഓളം വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിയതിൽ പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഈ നിസാൻ പെട്രോൾ എന്നുള്ളതാണ് കസ്റ്റംസ് പറയുന്നത്. നേരത്തെ വാഹനത്തിന് വേണ്ടി പരിശോധനകൾ നടത്തിയിരുന്നു. ഇപ്പോഴും കസ്റ്റംസിന്റെ പരിശോധന ഈ ഫ്ളാറ്റിൽ തുടരുകയാണ്. എന്തായാലും ചുവന്ന നിറത്തിലുള്ള ദുൽഖർ നിലവിൽ ഉപയോഗിക്കാത്ത ഒരു വാഹനമാണ് ഇപ്പോൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ വാഹനം കസ്റ്റംസ് അല്പസമയത്തിനകം സീസ് ചെയ്യുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ദുൽഖറിന്റെ 2 വാഹനങ്ങൾ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള വിവരം കസ്റ്റംസ് നൽകിയിരുന്നു. ഒന്നിലധികം വാഹനങ്ങൾ ഈ ഡീലറിൽ നിന്ന് ദുൽഖർ സൽമാൻ വാങ്ങിയതിന്റെ വിവരങ്ങൾ കസ്റ്റംസിന്റെ പക്കലുണ്ടായിരുന്നു. എഞ്ചിൻ നമ്പറും ചേസ് നമ്പറും അടക്കമാണ് കസ്റ്റംസിന്റെ പക്കലുണ്ടായിരുന്ന വിവരങ്ങൾ. അതിൽ നേരത്തെ ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ വാഹനം, അതൊരു വിന്റേജ് വാഹനമാണ്. ആ വാഹനം കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഭൂട്ടാൻ കാർ കടത്തിൽ നിർണായക തെളിവുകൾ ശേഖരിച്ച് കസ്റ്റംസ്. കാറുടമ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നികുതി വെട്ടിപ്പിന്റെയും രേഖകൾ വ്യാജമായി നിർമ്മിച്ചതിന്റെയും തെളിവുകൾ ലഭിച്ചത്. ഡൽഹി കേന്ദ്രീകരിച്ചുള്ള ഇടനില സംഘത്തിനായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. റെയ്ഡിന് പോലീസ് സഹായം തേടിയിരിക്കുകയാണ് കസ്റ്റംസ്. അറസ്റ്റിന് പിന്നാലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിന് പാകിസ്ഥാൻ ബന്ധമെന്നാരോപിച്ച് ലഡാക്ക് DGP ഡോക്ടർ SD സിംഗ് ജംവാൾ. സോനം വാങ്ചുക്ക് പാകിസ്ഥാനും ബംഗ്ലാദേശും സന്ദർശിച്ചു. ക്രമസമാധാനം തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ ചേർത്ത് നിരാഹാര സമരം നടത്തിയെന്നും ആരോപണമുണ്ട്. പ്രശ്നപരിഹാരത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച തിങ്കളാഴ്ച നടക്കും. ലഡാക്കിലുണ്ടായ പ്രക്ഷോഭത്തെ തുടർന്ന് സോനം വാങ്ചുക് അറസ്റ്റിലായതിനു പിന്നാലെയാണ് ലഡാക്ക് DGPയുടെ വിശദീകരണം. അടുത്തിടെ ഒരു പാക് ഇന്റലിജൻസ് ഓഫീസറെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാൾക്ക് സോനം വാങ്ചുക്കുമായി ബന്ധമുണ്ട്. പാകിസ്ഥാനും ബംഗ്ലാദേശും സോനം വാങ്ചുക് സന്ദർശിച്ച രേഖകളുണ്ടെന്നും ഇക്കാര്യങ്ങളിലെല്ലാം കൃത്യമായ അന്വേഷണം നടന്നുവരികയാണെന്നും ലഡാക്ക് DGP ഡോക്ടർ SD സിംഗ് ജംവാൾ. हमने पिछले दिनों जब चलो इस प्लेटफॉर्म में बता देता हूं, हमने एक पाकिस्तान PIO भी पकड़ा था जो इनके साथ उनकी रिपोर्टिंग करके अक्रॉस भेज रहा था. उसके भी एक हमारे पास रिकॉर्ड है. സംസ്ഥാന പദവി ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ലഡാക്കിൽ ചർച്ചകൾ നടക്കുകയാണ്. ഈ നടപടികൾ അട്ടിമറിക്കാനാണ് സോനം വാങ്ചുക് ശ്രമിച്ചത്. പ്രതിഷേധക്കാർ CRPF ജവാന്മാരെ ക്രൂരമായി മർദ്ദിച്ചു. ഒരു ജവാന് ഗുരുതരമായി നട്ടെല്ലിന് പരിക്കേറ്റു. ആത്മരക്ഷാർത്ഥമാണ് വെടിയുതിർക്കേണ്ടി വന്നതെന്നും ലഡാക്ക് DGP. അറസ്റ്റിലായ സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലേക്ക് മാറ്റി. സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ലഡാക്കിൽ കനത്ത ജാഗ്രതയാണ്. നിരോധനാജ്ഞയും ഇന്റർനെറ്റ് സേവനങ്ങൾക്കുള്ള നിരോധനവും തുടരുന്നു. വാങ്ചുക്കിന്റെ അറസ്റ്റിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചു. CPIM PB അറസ്റ്റിനെ അപലപിച്ചു. പ്രശ്നപരിഹാരത്തിന് ലേ അപെക്സ് ബോഡിയും കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് പ്രതിനിധികളും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി തിങ്കളാഴ്ച ചർച്ചകൾ നടത്തും. 24 ഡൽഹി. തമിഴ്നാട് പര്യടനത്തിൽ DMKയെ കടന്നാക്രമിക്കുന്നതിനെ തുടർന്ന് തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ് നടപ്പിലാക്കാൻ കഴിയാത്ത കപട വാഗ്ദാനങ്ങളാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നൽകുന്നതെന്ന് നാമക്കലിലെ റാലിയിൽ വിജയ് വിമർശിച്ചു. DMKയ്ക്ക് വോട്ട് ചെയ്യുന്നതും BJPക്ക് വോട്ട് ചെയ്യുന്നതും ഒന്നാണെന്നും ആരോപണം. AIADMKയെയും വിജയ് രൂക്ഷമായി വിമർശിച്ചു. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. UN പൊതുസഭയിൽ പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച ഇന്ത്യ. ഭീകരതയെ കയറ്റുമതി ചെയ്യുന്നത് പാകിസ്ഥാന്റെ പാരമ്പര്യമെന്ന് വിമർശനം. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇടപെട്ടെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദവും ഇന്ത്യ തള്ളി. IS റിക്രൂട്ട്മെന്റ് കേസിൽ പ്രതികളായ മുഹമ്മദ് അസറുദ്ദീൻ, ഷെയ്ഖ് ഹിദായത്തുള്ള എന്നിവർ കുറ്റക്കാരാണെന്ന് കൊച്ചി NIA കോടതി. കേസിൽ തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. 2017-2018 കാലത്ത് കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് IS റിക്രൂട്ട്മെന്റിന് ശ്രമിച്ചെന്നാണ് കേസ്. DCC അധ്യക്ഷ തലത്തിലെ അഴിച്ചുപണിക്ക് സാധ്യത മങ്ങി. DCC അധ്യക്ഷ നിയമനത്തിൽ നേതാക്കൾക്കിടയിൽ സമവായമുണ്ടാകാത്തതിനാൽ അഴിച്ചുപണി തെരഞ്ഞെടുപ്പ് വരെ വേണ്ടെന്ന് തീരുമാനം. സംഘടനാ പ്രതിസന്ധിയുള്ള ഇടുക്കിയിൽ DCC അധ്യക്ഷനെ വൈകാതെ മാറ്റിയേക്കും. തിരുവനന്തപുരം ചാക്കയിൽ 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതി ഹസൻകുട്ടി കുറ്റക്കാരനെന്ന് കോടതി. തിരുവനന്തപുരം പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി വെള്ളിയാഴ്ച. ആലപ്പുഴ തുമ്പോളിയിൽ ശക്തമായ തിരയിൽ വള്ളം മറിഞ്ഞു. കടലിൽ അകപ്പെട്ട 5 മത്സ്യത്തൊഴിലാളികളെ സാഹസികമായി രക്ഷപ്പെടുത്തി.
71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഫൈനൽ മത്സരത്തിലെ പരാതികൾ തള്ളി. ഫൈനലിലെ ഫലം നിലനിൽക്കും. ഫലപ്രഖ്യാപനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതികളാണ് തള്ളിയത്. കണ്ണൂർ മട്ടന്നൂരിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടുപോത്തിനെ മയക്കുവെടി വെച്ച് പിടികൂടി. നിരീക്ഷണത്തിനായി ആറളം RRT കേന്ദ്രത്തിലേക്ക് മാറ്റി. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെങ്കിൽ വനത്തിൽ തുറന്നുവിടും. പാലക്കാട് പട്ടാമ്പിയിൽ KSEB ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. KSEB മുതുതല സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻ എലവഞ്ചേരി സ്വദേശി ശ്രീനിവാസനെയാണ് വാടക കെട്ടിടത്തിലെ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡൽഹിയിൽ മലയാളി വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായ പോലീസിന്റെയും ആൾക്കൂട്ടത്തിന്റെയും മർദ്ദനത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിദ്യാർത്ഥികൾ പരാതി നൽകി. പരാതി കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിങ്കളാഴ്ച മുതൽ വീണ്ടും പേര് ചേർക്കാം. ഒക്ടോബർ 14 വരെയാണ് പേര് ചേർക്കാൻ അവസരം. മുനമ്പം കേസ് പരിഗണിക്കുന്നത് വഖഫ് ട്രിബ്യൂണൽ അടുത്ത മാസം 9 മാറ്റി. മുനമ്പം നിവാസികളുടെ ഹർജി പരിഗണിക്കണോ എന്നതിലായിരുന്നു വാദം. ഇനി നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.